കൽക്കിയുടെ കുതിപ്പ് സന്തോഷം നൽകുമ്പോഴും മലയാളം മാറ്റി നിർത്തിയാൽ 2024 തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സൗത്തിന് അത്ര നല്ല സമയമായിരുന്നില്ല. കൽക്കിയുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് പറഞ്ഞ് നമുക്ക് വേഗം നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. വെറും 4 ദിവസം കൊണ്ട് കൽക്കി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് 555 കോടിയിലേറെയാണ്. അതായത് ഇന്ത്യൻ സിനിമ അടുത്ത കാലത്തൊന്നും കാണാത്ത മുന്നേറ്റം. ആദ്യ ദിന കളക്ഷനിലും പ്രഭാസ് ചിത്രം കളക്ഷൻ റെക്കോർഡിൽ ഇടം പിടിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ ഇടുന്ന മൂന്നാമത്തെ ചിത്രമായി കൽക്കി മാറി. RRRും ബാഹുബലി 2മാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ ഇടുന്ന ആദ്യ 5 ഇന്ത്യൻ ചിത്രങ്ങളിൽ 3ഉം പ്രഭാസിൻ്റെത് തന്നെയാണ്. ബാഹുബലി 2, കൽക്കി, സഹോ. അതായത് അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസ് കിങ് ആണ് പ്രഭാസ്. അതുകൊണ്ട് തന്നെയാണ് വൻ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളിലെ നായകന് പ്രഭാസിൻ്റെ മുഖമാവുന്നത്. സോഷ്യൽ മീഡിയയിൽ കൽക്കിയുടെ അടുത്ത ഭാഗത്തിനെയുള്ള കാത്തിരിപ്പും കഥയുടെ ഇനിയുള്ള പോക്കിനെയും കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. അതിനിടയിൽ അടുത്ത പ്രഭാസ് ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും പൊടിപൊടിക്കുന്നുണ്ട്. ഇതിൽ തന്നെ അനിമൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന സ്പിരിറ്റാണ് നിറഞ്ഞു നിൽക്കുന്നത്. 300 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവെന്നും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു. മാരിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന രാജാ സാബും സലാർ 2വുമാണ് പ്രഭാസ് ചിത്രങ്ങളിലെ ചർച്ചകളിൽ നിറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൗത്ത് സിനിമകളെ സംബന്ധിച്ച് ഒരു ചാകരക്കാലമായിരുന്നു. എന്നിട്ടും വലിയ സിനിമകളുടെ റിലീസുകളോ വിജയമോ നേടാൻ ആയിരുന്നില്ല. തെലുങ്കിൻ്റെ കാര്യമെടുക്കാം. ആളില്ലാതെ പല തിയേറ്ററുകളും അടച്ചുപൂട്ടൽ ഭീഷണി വരെ നേരിട്ടെന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാൻ 2024 ജനുവരിയിൽ തന്നെ മികച്ച തുടക്കമുണ്ടാക്കിയെങ്കിലും പിന്നീട് ഒരു ചിത്രവും ടോളിവുഡിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല. ഇതിൽ ടില്ലു സ്ക്വയർ, ഗുണ്ടൂർ കാരം, ഓം ഭീംബുഷ് തുടങ്ങിയവ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. സാൻഡൽവുഡ് ആവട്ടെ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. യുവയും ഉപാധ്യക്ഷയും മാത്രമാണ് ചെറിയ പ്രതീക്ഷയായത്. ഇത് രണ്ടും 10 കോടിക്ക് താഴെ മാത്രമായിരുന്നു കളക്ഷൻ. തമിഴിൻ്റെ കാര്യം പിന്നെ പറയാനേ ഉണ്ടായിരുന്നില്ല. ലിയോയും ജയിലറും ആടിത്തീർത്തതോടെ കാറ്റുപോയ ബലൂൺ പോലെയായിരുന്നു ആ ഇൻഡസ്ട്രി. കഴിഞ്ഞ 6 മാസത്തിനിടെ 80ലധികം പ്രധാന റിലീസുകൾ വന്നെങ്കിലും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ്. ഇതിൽ തന്നെ ക്യാപ്റ്റൻ മില്ലർ, അരൺമനൈ 4, അയലൻ എന്നിവ മാത്രമാണ് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ കൊണ്ടുവന്നത്. പിന്നീടൊരു ബോക്സ് ഓഫീസ് വേട്ട നടത്തുന്നത് മഹാരാജയിലൂടെ വിജയ് സേതുപതിയാണ്. തിയേറ്റർ വീണ്ടും നിറച്ച് ചിത്രം കുതിച്ചു. വില്ലൻ വേഷങ്ങളിലെ പ്രകടനങ്ങളിൽ നിന്ന് നായക വേഷത്തിലേക്കുള്ള സേതുപതിയുടെ തിരിച്ചുവരേണ്ട കാഹളം കൂടിയായിരുന്നു മഹാരാജ. മഹാരാജക്കൊപ്പം പഴയ വിജയ് സിനിമകളുടെ റിലീസ് കൊണ്ടാണ് ജൂൺ മാസത്തിൽ തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ വരുമാനമുണ്ടാക്കിയത്. പക്ഷേ ഇനി കളി മാറും. അടുത്ത 6 മാസം സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തെലുങ്ക് തമിഴ് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു റിലീസാണ് ഈ 2 ഇൻഡസ്ട്രികളിലും നടക്കാൻ പോകുന്നത്. കമൽഹാസൻ നായകനായ ഇന്ത്യൻ 2ആണ് നിലവിൽ തമിഴ് സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം. സേനാപതിയായി കമൽഹാസൻ തിരിച്ചെത്തുന്ന ചിത്രത്തിൽ പുതുകാലത്തിൻ്റെ അഴിമതികൾക്കെതിരെ ജനപക്ഷത്തിൽ നിന്ന് പോരാടുന്ന നായകനെ കാണാനാവും. കമൽഹാസൻ വേറിട്ട ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ആക്ഷൻ രംഗങ്ങളാലും ശങ്കറിൻ്റെ ബിഗ് ക്യാൻവാസ് ദൃശ്യചാരുതയാലും സമ്പന്നമായിരിക്കുമെന്ന് ട്രെയിലർ അടിവരയിടുന്നുണ്ട്. ചിത്രത്തിനൊരു 3ാം ഭാഗം കൂടി ഉണ്ടാവുമെന്ന് കമൽഹാസൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. മറ്റൊരു വമ്പൻ റിലീസ് വിജയ നായകനാക്കി വെങ്കിട്ട് പ്രഭുവിൻ്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ഗോട്ടാണ്. ആ വരവ് 1.5 വരവായിരിക്കും. സൗത്ത് ഇന്ത്യ ആഘോഷമാക്കുന്ന റിലീസായിരിക്കും ഗോട്ടിൻ്റേത്. മറ്റൊന്ന് സൂര്യനായകനാവുന്ന കങ്കുവയാണ്. ചിത്രത്തിൻ്റെ ടീസർ തന്നെ വലുതെന്തോ കാത്തുവെക്കുന്നുണ്ട്. ഇതിനു പുറമെ രജനീകാന്ത് ചിത്രം വേട്ടയാൻ, വിക്രമിൻ്റെ തങ്കലാൻ, അജിത്തിൻ്റെ വിടാമുയർച്ചി, ധനുഷ് സംവിധായകനും നായകനുമാവുന്ന രായൻ, ശിവകാർത്തികേയൻ്റെ അമരൻ. ഈ വർഷം ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തമിഴ് റെഡ്ഡിയാണ്. ഫാൻറ്റസി എന്നത് കൽക്കി കൊണ്ട് തെലുങ്ക് നിർത്തിയിട്ടില്ല. ഈ വർഷം തന്നെ ബിഗ് ബജറ്റ് ഫാൻറ്റസി ചിത്രങ്ങൾ തെലുങ്കിൽ നിന്ന് റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അതിലാദ്യം പറയേണ്ട പേര് കണ്ണപ്പ എന്നാണ്. മോഹൻലാലും പ്രഭാസും അടക്കം കാമിയോ റോളിലെത്തുന്ന ഈ വിഷ്ണു മഞ്ജു ചിത്രം ബോക്സ് ഓഫീസിന് വലിയ പ്രതീക്ഷ വെക്കുന്ന ഒന്നാണ്. 100 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ ബജറ്റ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പുരി ജഗന്നാഥ് രചനയും സംവിധാനം നിർവഹിക്കുന്ന ഡബിൾ ഐസ്മാർട്ടാണ് മറ്റൊരു സൈഫൈ ചിത്രം. ചിത്രത്തിൽ രാം പൊതിനേനിയും സഞ്ജയ് ദത്തുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. 2019 പുറത്തിറങ്ങിയ ഐസ്മാർട്ട് ശങ്കർ എന്ന ചിത്രത്തിൻ്റെ തുടർച്ചയാണിത്. 5 ഭാഷകളിലായി ചിത്രം തിയേറ്ററിലെത്തും. കൊരട്ടാല ശിവ രചനയും സംവിധാനം നിർവഹിച്ച് ജൂനിയർ NTR നായകനാവുന്ന ദേവര പാർട്ട് 1 തെലുങ്കിലെ ഈ വർഷത്തെ മറ്റൊരു വമ്പൻ റിലീസ്. നാനിയുടെ സരിപോത ശനിവാരം, അല്ലുവിൻ്റെ പുഷ്പ 2, ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ, അങ്ങനെ ഇനി തെലുങ്കിൽ നിന്ന് വരാനുള്ളത് അത്രയും പ്രതീക്ഷയുള്ള വമ്പൻ ചിത്രങ്ങളാണ്. കന്നഡ ഈ വർഷം വിസ്മയിപ്പിക്കാൻ പോകുന്നത് കാന്താര 2 കൊണ്ടാണ്. കൂടാതെ ശിവരാജ് കുമാറിൻ്റെ ഭൈരതി രണകളും ഈ വർഷം പ്രതീക്ഷയുള്ള മറ്റൊരു വമ്പൻ റിലീസാണ്. മലയാളവും കുറവൊന്നുമല്ല. നമ്മുടെ ഫാൻറ്റസി ജോണർ ഇക്കൊല്ലം തിയേറ്ററിലെത്തിയേക്കും. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ബറോസ് മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ്. വമ്പൻ റിലീസുകളായി ബസൂക്കയും അജയൻ്റെ 2ാം മോഷണവുമെല്ലാം അണിയറയിൽ സെറ്റാണ്.
മാറുന്ന സിനിമാ പ്രേക്ഷകർക്ക് അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതിലും മത്സരമാണ് സൗത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ചുരുക്കം.